ഇടുക്കി മാങ്കുളത്ത് ഗൃഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാറയക്കുടിയിൽ തങ്കച്ചൻ അയ്യപ്പൻ എന്ന ആളാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, എപ്പോഴാണ് ഇത് കണ്ടെത്തിയത്? ഇന്ന് രാവിലെയാണ് മാങ്കുളം 33 എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപം ഗൃഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ ഷെഡിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാറയക്കുടിയിൽ തങ്കപ്പൻ അയ്യപ്പ എന്ന വ്യക്തിയാണ് മരിച്ചത്. ഇദ്ദേഹം വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. വീടിനോട് ചേർന്നാണ് ഈ ഷെഡ് ഉള്ളത്. അവിടെയാണ് ഈ മൃതദേഹം കണ്ടിരുന്നത്. പ്രദേശവാസികളായ ഒരാൾ ഇന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഈ ഷെഡിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. ഈ മാങ്കുളം പോലീസ് നിലവിൽ അവിടെ എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. 2 ദിവസം മുമ്പ് ഈ തങ്കപ്പന്റെ മകൻ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ തങ്കപ്പന്റെ മകനെയും കാണുന്നില്ല എന്നൊരു വിവരവും നിലവിൽ ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ മകൻ ഈ തങ്കപ്പനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടത്തി വരുന്നത്. ഇപ്പോഴും ഈ മകനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് നിലവിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. സുബിൻ, ഒരുപക്ഷെ നിലവിലെ ഈ ഒരു സാഹചര്യങ്ങളിൽ സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണോ എന്നുള്ള തരത്തിലേക്കും പോലീസിന്റെ ഒരു അന്വേഷണം നീങ്ങുന്നുണ്ടോ? കൊലപാതകമാണ്, അല്ലെങ്കിൽ കൊലപാതകം എന്നുള്ള ആ ഒരു നിഗമനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഈ മകനുമായി അകന്നു കഴിയുകയായിരുന്നു തങ്കപ്പൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ മകൻ കൊലപ്പെടുത്തിയതാകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. അതായത് ഈ ഒരു 33 ഇദ്ദേഹത്തിന്റെ, അതായത് തങ്കപ്പന്റെ വീട്ടിലേക്ക് എത്തിയ ശേഷം മകനെ കാണാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇദ്ദേഹം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള അന്വേഷണം നിലവിൽ പോലീസ് നടത്തി വരുന്നത്. വ്യക്തമാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.